മറ്റൊരു പ്രോബ്ലമാണ് നമുക്ക് ചെയ്യാനുള്ളത്. പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കോയിൽ 20 മൈക്രോ ഫാരഡയാണ് എക്രോസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. 230 വോൾട്ട് 50 ഹെർട്സ് ആണ്. അതെടുക്കുന്ന കറണ്ട് 8 ആംപിയർ ആണ്. കൺസ്യൂം ചെയ്യുന്ന പവർ 200 വാട്ടാണ്. കാൽക്കുലേറ്റ് ഒരു ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിലുണ്ട്. പവർ ഫാക്ടർ. കാൽക്കുലേറ്റ് ദ ഇൻഡക്റ്റൻസ് ഓഫ് കോയിൽ ഇഫ് ദ പവർ ഫാക്ടർ ഓഫ് ദ സർക്യൂട്ട് ബിക്കം ലാഗിങ് ആവുമ്പോഴും ലീഡിങ് ആവുമ്പോഴും. ഈ ലാഗിങ് ആവുമ്പോഴും ലീഡിങ് ആവുമ്പോഴും എങ്ങനെയാണ് ലാഗ് ആവുന്നത്, എങ്ങനെയാണ് ലീഡ് ആവുന്നത്? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് സെല്ല് കൂടുമ്പോഴാണ് ലാഗ് ആവുക, ഇൻഡക്ടർ കൂടുമ്പോൾ. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ് കൂടുന്നതെങ്കിൽ ലീഡിങ് ആവുകയാണ് ചെയ്യുക. ഇതാണ് ഇക്വേഷൻ്റെ ഈ പ്രോബ്ലത്തിൻ്റെ മർമ്മം. അപ്പോൾ സി എന്ന് പറയുന്ന വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. 20 മൈക്രോ ഫാരഡയാണ്. 20 × 10 -6 ഫാരഡയാണ്. വോൾട്ടേജ് 230 ആണ്. ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്. നമുക്ക് ആദ്യം ലീഡിങ് ആണ് എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ എക്സ് എൽ എന്ന് പറഞ്ഞാൽ എക്സ് സി മൈനസ് എക്സ് എൽ ആണ്. എക്സ് സി മൈനസ് എക്സ് എൽ ആണ്. കാരണം ആരാണ് കൂടുതലുള്ളത്? എക്സ് സി ആണ് കൂടുതലുള്ളത്. ഇക്വേഷൻ ശരിക്കും ശ്രദ്ധിക്കാം. എക്സ് സി ആണ് കൂടുതലുള്ളത്. പവർ കൺസ്യൂം ചെയ്യുന്നത് 200 വാട്ടാണ്. ഫേസർ ഡയഗ്രാമാണ് വരച്ചു വെച്ചിരിക്കുന്നത്. വി ആർ ആണ്, വി ആണ്, അല്ലെങ്കിൽ ഇത് ഇമ്പിഡൻസ് ട്രയാങ്കിൾ ആയിട്ട് മാറും. അപ്പോൾ ഐ സ്ക്വയർ ആർ എന്ന് പറയുന്നതാണ് ഈ കൺസ്യൂംഡ് പവർ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്കിതിൽ 6 തന്നിട്ടില്ല. 6 കണ്ടുപിടിക്കാം. ഐ 8 ആംപിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സീരീസ് ആണ്, സീരീസ് കണക്റ്റഡ് ആണ്. ആർ ആയാലും എൽ ആയാലും സി ആയാലും. സോ 8 സ്ക്വയർ ഇൻറ്റു ആർ ഈക്വൽ ടു 200. 6 എന്ന് പറഞ്ഞാൽ 200/8 സ്ക്വയർ 64. അതായത് 3.125 ഓമാണ്. അടുത്തത് ഈ കറണ്ട് എന്ന് പറയുന്നത് 8 ആംപിയർ ആണ്. ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ബൈ കറണ്ട് ആണ്. 230/8 എന്ന് പറഞ്ഞാൽ 28.75 ഓമാണ്. ഇതിൽ നിന്ന് ഇനി ഈ എക്സ് കണ്ടുപിടിക്കാം. എക്സ് എന്ന് പറഞ്ഞാൽ അല്ല, എക്സ് അതിന് മുമ്പ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കണ്ടുപിടിക്കാം. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കണ്ടുപിടിക്കാം. എക്സ് കണ്ടുപിടിക്കാം. എക്സ് കണ്ടുപിടിക്കാൻ തന്നെ വേണം. അതിന് മുമ്പായിട്ട് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കണ്ടുപിടിക്കാം. 1/2 × 3.14 × 50 × 20 × 10⁻6 എന്ന് പറയുമ്പോൾ വാല്യൂ 159.15 ആയി. ഇപ്പം ഈ ഇക്വേഷനിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എക്സ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ മുന്നിലുണ്ടോ? ഇല്ല. അപ്പോൾ എക്സും കൂടെ കാണണം. √(r²-r²) സെഡ് എന്ന് പറഞ്ഞാൽ 28.75² -3.125. വാല്യൂ 28.58 ഓം. ഇനി ഈ വാല്യൂയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എക്സ് എൽ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് എൽ എന്ന് പറയുമ്പോൾ ഇവിടെ മൈനസ് ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങോട്ട് വരണം. എക്സ് സി മൈനസ് എക്സ് ആവും. എക്സ് സി കണ്ടുപിടിച്ചത് 28. എക്സ് സി കണ്ടുപിടിച്ചത് 159.15 ആണ്. അതേ മൈനസ് 28.58 ആവും. അപ്പോൾ വാല്യൂ 130.57 ആവും. അപ്പം ലീഡിങ് ആവുന്ന സമയത്ത് ഇനിയുള്ളത് ഇതിൽ എക്സ് എൽ കണ്ടുപിടിക്കുകയാണ്. എക്സ് എൽ /2 2 × 3.14 × 50 ആണ്. 130.57 / 2 × 3.14 × 80 ചെയ്താൽ 0.416 ഹെൻറി ആയിട്ട് മാറും. തീറ്റ എന്ന് പറയുന്നതാണ് ഫേസ് ആംഗിൾ എങ്കിൽ താൻ തീറ്റ എന്ന് പറഞ്ഞാൽ R/XL ആണ്. R എന്ന് പറയുന്നത് 3.125 /XL എന്ന് പറഞ്ഞാൽ 130.57 0.024
ആംഗിൾ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് 0.024 എന്ന് പറഞ്ഞാൽ 1.37 പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോസ് 1.37 ഈക്വൽ ടു 0.0007 ഇനി ലാഗിങ് ആവുമ്പോൾ XL കൂടുതലാവും. അപ്പോൾ അത് മാത്രമാണ് വ്യത്യാസം. നേരത്തെ പറഞ്ഞ എല്ലാം ഉണ്ട്. പക്ഷേ എക്സ് എന്ന് പറയുന്നത് XC മൈനസ് XL അല്ല, XL മൈനസ് XC ആണ്. പവർ 200 ആണ്. ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ആറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 200/64 3.125. ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ V/I 230/8 അതായത് 28.27. കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ 1/2×3.14×50×10⁻⁻6. പഴയ വാല്യൂകളെല്ലാം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് √(z² - r²) 28.75² - 3.12 28.58. ഇനി ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കാണാൻ വേണ്ടിയാണ് വ്യത്യാസം വരിക. എന്താണ് വ്യത്യാസം വരിക? ഇപ്പം നമ്മുടെ മുന്നിലുള്ള ഇക്വേഷൻ x ഈക്വൽ ടു XL മൈനസ് XC ആണ്. XL അവിടെ നിന്നാൽ x പ്ലസ് XC ആയിട്ട് മാറും. അതായത് 159.15 പ്ലസ് 28.58 വരും. അതായത് 187.73 ഓം ആവും. വീണ്ടും ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കുന്ന സമയത്ത് 187.73/2 × 3.14 എന്ന് പറഞ്ഞാൽ 0.597 ഹെൻറി ആവും. നമുക്ക് ആംഗിൾ കാണണമെങ്കിൽ R/XL 3.125/187.75 0.0167 ആംഗിൾ അല്ല ടാൻ ഫൈ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ ആംഗിൾ കാണാൻ വേണ്ടിയിട്ട് ടാൻ ഇൻവേഴ്സ് 0.0176 ദാറ്റ് ഈസ് 0.9954 പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോസ് 0.9 എന്നൊക്കെ പറയുമ്പോൾ 1ലേക്ക് എത്തുകയാണ്. സോ ദാറ്റ് ഈസ് 0.99 ആണ്. സോ എന്താണ് പറയുക, XL മൈനസ് XC ആണ് അല്ലേ? ആ വാല്യൂ ആണ്. x ഈക്വൽ ടു XL മൈനസ് XC ആണോ അതല്ല XC മൈനസ് XL ആണോ എന്നതിനനുസൃതമായിട്ടാണ് നമ്മൾ ആ ഇക്വേഷൻസ് എല്ലാം ചെയ്തത്. ഓക്കെ, രണ്ട് പ്രാവശ്യം ചെയ്തെങ്കിലും 2 പ്രാവശ്യം ചെയ്യേണ്ടി വരുന്നത് അതിനു വേണ്ടിയാണ്. രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് സ്കെച്ച് ദ വെക്ടർ ഡയഗ്രാം ഓഫ് ഈച്ച് കണ്ടീഷൻസ് ആൻഡ് കാൽക്കുലേറ്റ് ദ കോയിൽ പവർ ഫാക്ടർ ഓഫ് ഈച്ച് കേസ് എന്നാണ്. മൊത്തത്തിലുള്ള പവർ ഫാക്ടർ കാണാനല്ല, അതുകൊണ്ടാണ് R/X ഉപയോഗിക്കാതെ R/XL ഉപയോഗിച്ചിരിക്കുന്നത് 2 കേസിലും. Thank you for watching this video.